ഞങ്ങൾ ബ്രസീലുകാർ ഇന്ന് ഫൈനൽ കളി കണ്ടാൽ മതി, മിണ്ടണ്ട എന്നതാണ് കർശന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് മിണ്ടാതിരുന്ന് കളി ആസ്വദിക്കും. വേറെ നിർവാഹമില്ല. എന്തായാലും നന്നായിട്ട് കളിക്കുന്നവർ ജയിക്കട്ടെ എന്നതാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ വേൾഡ് കപ്പ് ഫൈനൽ പ്രമാണിച്ച് കേരളത്തിൽ നാളെ സ്കൂളുകൾക്ക് സർക്കാർ അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ കണ്ടു. ഒരുപാട് ആളുകൾ അതിനെതിർത്ത് സംസാരിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു ലീവ് കൊടുക്കേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞു. ബേസിക്കലി ഇത്ര ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു ലീവ് കൊടുത്താൽ തന്നെ മറ്റൊരു ദിവസം ക്ലാസ് എടുത്തിട്ട് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി കോമ്പൻസേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ശരിക്കും കുട്ടികളെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാത്തവർ മാത്രമാണ് അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്. 100% അറ്റൻഡൻസ്, 100% മാർക്ക്, അതുപോലെ ക്ലാസ് റൂമിൽ കുട്ടികളെ തളച്ചിടുക എന്നതിനൊക്കെ ഒരു ലിമിറ്റ് വരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുള്ളൂ. 6 വർഷം അധ്യാപനം നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ. അതായത് കുട്ടികളെ പഠനത്തിൽ മാത്രം തളച്ചിട്ട് കഴിഞ്ഞാൽ അവർക്ക് മറ്റൊന്നും ചിന്തിക്കാനും കഴിയില്ല, മറ്റൊന്നും താങ്ങാനും കഴിയില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടതാണ് ആ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ 20ഓളം കുട്ടികളാണ് ഇന്ത്യ രാജ്യത്ത് ആത്മഹത്യ ചെയ്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്തത്? അവരുടെ ചിന്ത അത് മാത്രമേ ഉള്ളൂ. അവർക്ക് മറ്റൊന്നും ചിന്തിക്കാനും മറ്റൊന്നും ചെയ്യാനുമില്ല. അതുകൊണ്ട് എന്തായി? അവരുടെ ജീവിതമാണ് പോയത്. നാളെ ഇങ്ങനെ ലീവ് കൊടുത്തതിലൊക്കെ ടെൻഷൻ അടിക്കുന്ന രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പഠനത്തോടൊപ്പം തന്നെ മറ്റുള്ള ആക്ടിവിറ്റീസിന്, പ്രത്യേകിച്ച് സ്പോർട്സിനും പ്രാധാന്യമുണ്ട്. അതിലും കൂടി കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഇത്തരം ഇൻസിഡൻസുകളിൽ നിന്നെങ്കിലും നമ്മൾ പാഠം ഉൾക്കൊള്ളണം. അത് നമ്മൾ മനസ്സിലാക്കണം.